റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നു: നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. റോമാലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നാം ആരായിരുന്നു? ബലഹീനരായിരുന്നു. നാം ബലഹീനരായിരുന്നപ്പോൾ ക്രിസ്തു നമ്മളെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. നാം ബലഹീനപ്പെട്ടിരുന്നപ്പോൾ അവൻ ബലഹീനനാണ്, അവൻ പാപിയാണ്, അവൻ കൊള്ളാത്തവനാണെന്നും പറഞ്ഞ് നമ്മളെ കർത്താവ് എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ല. സമൂഹം നമ്മളെ ഉപേക്ഷിക്കും, പള്ളി നമ്മളെ ഉപേക്ഷിക്കും, സൊസൈറ്റി, ട്രസ്റ്റ് നമ്മളെ ഉപേക്ഷിക്കും. പക്ഷേ യേശു ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. കർത്താവിന്റെ അടുക്കൽ ചെന്നു, കർത്താവെ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, നീ എന്നെ കഴുകണം, എന്നെ വിശുദ്ധീകരിക്കണം, അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണം, മകളാക്കി എന്നെ തീർക്കണം എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ പാപത്തെ എല്ലാം എടുത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ട് ഒഴുക്കി എന്ത് ചെയ്യും? കളയും. വേദപുസ്തകത്തിൽ പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും.